നമസ്കാരം ഡോക്ടർ. ഒരുപാട് സന്തോഷം കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഡോക്ടറിനെ കാണാൻ സാധിച്ചതിൽ. ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്, എഡ്യൂക്കേറ്റ് ചെയ്യാനുണ്ടെന്നുള്ളത് അറിയാം. ഒരുപാട് സന്തോഷം. അപ്പം സോ ദ സ്റ്റേജ് ഇസ് ഓൾ യോഴ്സ്. ഇനി സാറിന് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. താങ്ക് യു. ഞാനൊരു മനോരോഗ വിദഗ്ധനാണ്. ഏതൊരു മനോരോഗ വിദഗ്ധനും സഞ്ചരിക്കാത്ത വഴിയിലൂടെ എനിക്ക് സഞ്ചരിക്കേണ്ടി വരും. അതെ, അങ്ങനെ സഞ്ചരിക്കുന്നത് വേറെ വഴി കൂടെ. ഇപ്പൊ ക്യാമറ വെച്ചേക്കുമല്ലേ, ഹെൽമെറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ വഴി മാറി ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അത് തന്നെയല്ല, ഇപ്പൊ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണ്. ഞാൻ പെട്ട് നിൽക്കുകയാണ്. ഇപ്പൊ മാടമ്പള്ളി തറവാട്ടിലെ ബിക്കിനി തുറന്നപ്പോ ബിക്കിനിയല്ല സോറി തെക്കിനി തുറന്നപ്പോ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാണല്ലോ, നമ്മുടെ നാഗവല്ലി ഇല്ലേ, നാഗവല്ലി പെറ്റ് കിടക്കുന്നു അവിടെ. നാഗവല്ലി പ്രസവിച്ച് കിടക്കുന്നു, ഒരു കൊച്ചുവാട്ട് കിടക്കുന്നു അവിടെ. ഇത് ഞാൻ നകുലിന്റെ അടുത്ത് എങ്ങനെ പറയും? എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഇവിടുന്ന് പോയേക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നെ നിങ്ങൾ സഹായിക്കണം. നിങ്ങൾ എന്റെ കൂടെ നിൽക്കുവോ? തീർച്ചയായിട്ടും. ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾ തരണമായിരിക്കും. തീർച്ചയായിട്ടും. വന്നപ്പോ ലാലേട്ടന്റെ ഒരു സംഭവം പിടിച്ചായിരുന്നു, ഇപ്പൊ പോയി കഴിഞ്ഞു. സംഭവം അതുണ്ട്, അങ്ങനെ തന്നെയാണ്. ഞാൻ വിളിക്കട്ടെ, നാഗവല്ലി വിളിക്കാം. നാഗവല്ലി, ஒரு முறை வந்து பார்த்தாயா நீ, ஒரு முறை வந்து பார்த்தாயா என் மனம் நீ அறிந்தாயோ. എന്തിനാ വിളിച്ചതെന്ന്? നാഗവല്ലി കാണിച്ചത് ശരിയാണോ? നാഗവല്ലി തെക്കിനി കാണിച്ചത് ശരിയാണോ എന്നാ ചോദിക്കുന്നത്. കാരണവരെ സ്നേഹിക്കാതെ കൂടെ നൃത്തച്ചുവടുകൾ ചെയ്ത നർത്തകനെ പ്രണയിച്ചതാണോ ഈ നാഗവല്ലി ചെയ്ത തെറ്റ്? കാരണവരെ സ്നേഹിക്കാതെ വേറെ ആളെ പ്രണയിച്ചതിനകത്തൊരു തെറ്റില്ല. കാരണവരറിയാതെ ഒരു പ്രസവം നടന്നു, അതാണ് തെറ്റ്. പറ്റിപ്പോയല്ലോ. മോളെ വിളിക്ക്. കാണണോ എന്റെ മോളെ? മോളെ കാണണം. കാണണോ എന്റെ മോളെ? കാണണം. മോളെ உனது உள்ளத்தில் உதய நிலவெனவே உலவிடும் பெண்ணும் கூத்தாட, பருவ வெள்ளத்தில் புதிய மலரெனவே மடல் விடும் கண்ணும் கூத்தாட, நீண்ட நாட்களாய் நான் கொண்ட தாவம் காதல் நோயாக விளைந்திடவே, கால காலமாய் நான் செய்த யாகம் கோபத்தீயாக வளர்ந்திடவே, எழுந்தே இடைவரும் தடைகளும் உடைந்திடவே, நேசம் பாசம் நீங்கிடாமல் உனக்கென நீண்ட காலம் நெஞ்சம் ஒன்று துடிக்கையில் ஒரு முறை வந்து பார்த்தாயா. ചോദിക്കേ, എന്തിനാ വിളിച്ചത് ചോദിക്കേ. അയ്യോ ഉണ്ടെവളോ തേരവെന്ന് കണ്ടുപിടിക്കുന്നത് ഇപ്പേ ഇന്ന് തുറക്കാട്ടമേ ഉന്നെ കൊന്ന് ഉറത്തത്തെ കുറച്ച് ആക്കാനാണ് മാർദേ. കൊച്ചുവള്ളിയോ? കൊച്ചു നാഗവല്ലി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൊച്ചാണെന്ന് ഞാൻ നോക്കത്തില്ല. തലയിരിക്കുമ്പോ വാലാടരുത് കേട്ടില്ല. അമ്മ എനിക്ക് വിശക്കണ. ഈ കൊച്ചിന് എപ്പോഴും വിശപ്പാണെന്ന് ഞാൻ കാര്യമുണ്ടോ? ഇവിടെ ഇവിടെ എന്തോ ദുർനിമിത്തം നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മൂന്നുപേരല്ല, വേറെ ആരും നടക്കുന്നില്ല ഇവിടെ. അല്ല, എന്തോ നടക്കുന്നുണ്ട്. കിണറ്റിൽ തൊട്ടി പൊട്ടി വീഴുന്നു, സാരിക്ക് തീ പിടിക്കുന്നു, ക്ലോക്കിലെ സൂചി നിശ്ചലമാകുന്നു. അത് ബാറ്ററി മാറിയിട്ടാ മാറും. അതല്ല, 100 പാലും നടത്തണം, കാവിലെ 100 പാലും നടത്തണം. ഈ കാശില്ലാത്ത സമയത്ത് 100 പാലും നടത്തണോ? 50 രൂപയും കട്ടച്ചായും പോരെ? മതി തിന്നടി മതി. അതെ, ഞാനൊരു കാര്യം പറയാം. നകുലന്റെ അടുത്ത് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഇപ്പൊ നമുക്ക് നകുലം വരുമ്പോ എന്തെങ്കിലും എവിടെയെങ്കിലും കളഞ്ഞു കിട്ടിയാന്ന് പറയായിരുന്നു. നിന്നെ പറിച്ചു വെച്ചേക്ക് വന്നത്. നീ പറയുന്ന എല്ലാ ഡയലോഗും അവള് പറയുന്നുണ്ട്. അതുകൊണ്ട് നകുലനെ ഇത് വിശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് എനിക്ക് ഉത്തരം പറയണം. ഇത് നാഗവല്ലി ആയിരിക്കുന്ന സമയത്താണോ അതോ ഗംഗ ആയിരിക്കുന്ന സമയത്താണോ ഇതുണ്ടായത്? അറിയത്തില്ല. അതും അറിയത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, സപ്പോർട്ട് ചെയ്യണം കേട്ടോ മോളെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്ന സമയത്താണോ ഇതുണ്ടായത്? അറിയത്തില്ലേ? ഈ കഥകളി കാണാൻ പോയ സമയത്താണോ ഇതുണ്ടായത്? അറിയത്തില്ല മോളെ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം എനിക്ക് പറഞ്ഞു തരണം. ഇന്ന
ഇന്ന ആൾക്കാരുടെ ഫോട്ടോ ഞാൻ ഇവിടെ ഇട്ട് കാണിക്കും. ഈ ഫോട്ടോയിൽ കാണുന്ന ആരെങ്കിലും തെക്കിനി വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് പറഞ്ഞുതരാമോ? അറിയാമെങ്കിൽ പറയണേ. ഞാൻ ഫോട്ടോ ഇട്ട് കാണിക്കട്ടെ? ഫോട്ടോ ഇട്ട് കാണിക്കാം. ഈ മാമനെ അറിയാമോ നോക്കിയേ. ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട് തിലകമാമനല്ലേ? ബ്രഹ്മദത്ത നമ്പൂരി. ആ അപ്പൂപ്പൻ തന്നെ. ഈ പുള്ളി തെക്കിനി വന്നിട്ടുണ്ടോ? അറിയില്ല. ഓക്കെ, അടുത്ത ഫോട്ടോ കാണിക്കാം. ഈ മാമൻ തെക്കിനി വന്നിട്ടുണ്ടോ? ഇത് തന്നെ. ഈ പുള്ളി അവിടെ തെക്കിനി വന്നിട്ടുണ്ടോ? ഇല്ല, അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. അടുത്ത ഫോട്ടോ. ഇന്ത്യ അപ്പൂപ്പൻ തന്നെ, അത് കറക്റ്റ്. ഈ മാമൻ അവിടെ വന്നിട്ടുണ്ടോ? തെക്കിനി വന്നിട്ടുണ്ടോ? ഇപ്പൊ എങ്ങനെയാണ് ഇത് എവിടെ കൊണ്ട് എത്തിക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. കൊച്ചിന് അടുത്ത മാസം സ്കൂളിൽ ചേർക്കണം. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അടുത്ത ജൂൺ ആണ് വരാൻ പോകുന്നത്. അച്ഛന്റെ കോണത്തിൽ ആരുടെങ്കിലും ഒരാളുടെ പേര് എഴുതണം. അല്ലാതെ പറ്റത്തില്ല. കാരണം പറ്റുമോ ആർക്കെങ്കിലും? പേരില്ലേ? മോളെ, മോക്ക് ഇഷ്ടപ്പെട്ട ഒരു പപ്പായ മോൾ സെലക്ട് ചെയ്തു. നല്ല ഒരെണ്ണത്തിന് നോക്കി എടുക്കും മോളെ. നല്ല ഒരെണ്ണത്തിന് ഓക്കെ. എനിക്കും അത് മതി. എനിക്കൊന്നും പറ്റില്ല. പക്രവച്ചനെ വിളിക്ക്. ഞാനില്ല എനിക്കൊന്നും പറ്റത്തില്ല. ഓക്കെ ഞാൻ സമ്മതിച്ചു. വരുമല്ലോ. വരാം. ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ താഴെ വണ്ടിയുടെ അവിടെ നിക്കാം. പറഞ്ഞേ. അപ്പൊ ഒരു കാര്യത്തിൽ തീരുമാനമായല്ലോ. പൊക്കോട്ടെ. ശരി. രാജോട് അച്ഛൻ്റെ അടുത്ത് പെട്ടെന്ന് വരാൻ പറ. ഓടി വരാൻ പറ അച്ഛനോട്.